മാർക്കറ്റിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് മുന്നിൽ മ്യൂച്വൽ ഫണ്ട് ബോണ്ടുമുണ്ടെങ്കിൽ കണ്ണും പൂട്ടി മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാം എന്നൊരു പൊതുധാരണ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഈ 2026 വിപണിയിലെ പുതിയ മാറ്റങ്ങൾക്കിടയിൽ 10 ലക്ഷം രൂപയുമായി നിൽക്കുന്ന ഒരു സാധാരണക്കാരൻ എവിടെയാണ് പണം മുടക്കേണ്ടത്? ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഫിനാൻഷ്യൽ അഡ്വൈസർ റജി തോമസ് സാർ നമ്മളോടൊപ്പം ചേരുന്നു. ഒരു റാപ്പിഡ് ഫയർ പോലെയാണ് ഈ വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഓപ്ഷനുകളിൽ ഏതാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷിതവും ലാഭകരവുമായി സാറിന് തോന്നുന്നത്? മ്യൂച്വൽ ഫണ്ട് ഓർ ബോണ്ട്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലാണ് കൂടുതൽ ഇടേണ്ടത്. ബിക്കോസ് ഒരു ലോങ്ങർ ടേം പെർസ്പെക്റ്റീവിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺസ് ബോണ്ട് ഇവിടെ ഹയർ ആയിരിക്കും. സോ ഐ തിങ്ക് മ്യൂച്വൽ ഫണ്ട്സ് ഓബിയസ് ചോയ്സ്. നിലവിലെ സാഹചര്യത്തിൽ സാറിന്റെ കയ്യിലുള്ള പണം എവിടെയാണ് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇക്വിറ്റിയിലാണോ അതോ ഡെറ്റ് ഫണ്ടിലാണോ? എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് ഈക്വിറ്റി ആയിരിക്കും ബെറ്റർ പ്രിഫേർഡ് ഓപ്ഷൻ. ബിക്കോസ് ഈക്വിറ്റിയുടെ റിട്ടേൺസ് എപ്പോഴും ബോണ്ട്സ് ഇവിടെ നമുക്ക് വളരെ വളരെ ഹയർ ആയിട്ട് കിട്ടാനുള്ള ചാൻസസ് നമുക്കുണ്ട്. ആൻഡ് മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു സമയമാണ്. ഈ സാഹചര്യത്തിൽ ഈക്വിറ്റി മാർക്കറ്റിലാണ് ആ 10 ലക്ഷം രൂപ നമ്മൾ ഡിപ്ലോയ് ചെയ്യേണ്ടത്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് സാറ് നൽകിയ ആൻസർ ബോണ്ടിനേക്കാൾ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിലാണെന്ന് സാറ് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം, സാറ് SIP ആണോ ലംസം ആണോ സെലക്ട് ചെയ്യുക? ഈ ലംസമിനുള്ള ഒരു പ്രശ്നം, അത് മാർക്കറ്റ് ശരിയായിട്ട് ടൈം ചെയ്യാൻ പറ്റണം. ചില ടെക്നിക്കൽ അനാലിസിസ് നോളജ് വേണം. മാർക്കറ്റ് ബോട്ടം പിടിക്കാനുള്ള കേപ്പബിലിറ്റി, അല്ല നിയർ അബൌട്ട് ആ ബോട്ടം അല്ല സപ്പോർട്ട് നമുക്ക് പിടിക്കാനുള്ള കേപ്പബിലിറ്റി വേണം. ഇത് രണ്ടും നമുക്കില്ല. പക്ഷേ യു ആർ ട്രേഡിംഗ് ഫ്രം ഓർ ഇൻവെസ്റ്റിംഗ് പുറത്തുനിന്നാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ SIP ആണ് ബെറ്റർ. ബിക്കോസ് നമ്മുടെ ടോട്ടൽ കോർപ്പസ് ഒരേ സമയത്ത് ആ റിസ്കിലോട്ട് വീഴുന്നില്ല. സോ ഇറ്റ്സ് ഗോൺ ബി സ്റ്റാഗേർഡ്. അങ്ങനെയുള്ളതുകൊണ്ട് SIP വിൽ ബി ബെറ്റർ മോഡ്. ലംസം ഇൻവെസ്റ്റ്മെന്റിൽ ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണ്? സാറിന് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? റോങ് ടൈമിങ്. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അവർക്ക് ആ ബോട്ടം പിടിക്കാതെ ആരുടെയും പ്രഷർ കൊണ്ട് നമ്മൾ ആ ടോട്ടൽ തുക ഒരു 5 ലക്ഷം രൂപ കൊണ്ട് എനിക്കത് എങ്ങനെയാലും ഇൻവെസ്റ്റ് ചെയ്യണം, കയ്യിലിരുന്നാൽ ചിലവായി പോകും, അതുകൊണ്ട് മാർക്കറ്റിലോട്ട് ഇടുക. ഏത് സ്റ്റോക്ക് ആയാലും ഇല്ല, ഏത് മ്യൂച്വൽ ഫണ്ട്, ഏത് സ്കീം, ഇതൊന്നും നോക്കാതെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് നമ്മൾ ആ മുതലീട് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. നിക്ഷേപം നടത്താൻ വേണ്ടി സാർ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്താണ്? ഐ തിങ്ക് പ്രൈമറിലി മാർക്കറ്റ് ഫേസ് എവിടെയാണ്, രണ്ടാമത് ആ സ്റ്റോക്ക് എന്തുവാ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ഹൂ, വാട്ട്, വെൻ, വെയർ, വൈ ഇതൊക്കെ ചോദിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ പ്രൊമോട്ടർ ആരാണ്, അത് എത്ര ഡെറ്റ് ഉണ്ട്, എത്ര ലെവറേജ് ചെയ്തിട്ടുണ്ട്, ഈ മാതിരി പ്ലസ് ക്വാർട്ടർലി റിസൾട്ട്സ്, കഴിഞ്ഞ റീസെൻ്റായിട്ടുള്ള ക്വാർട്ടർലി റിസൾട്ട്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇത് എപ്പോഴും ഞാൻ നോക്കിയിട്ടാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. സാറിന്റെ കയ്യിൽ വലിയൊരു തുകയുണ്ടെങ്കിൽ FDയിലാണോ അതോ ബോണ്ടിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നത്? ബോണ്ടിലായിരിക്കും. ഇൻ 2026 ചോയ്സ് ബിറ്റ്വീൻ FD ആൻഡ് ബോണ്ട്സ് വിൽ ബി ബെറ്റർ. ബിക്കോസ് ആ ചോയ്സിൻ്റെ കാര്യം, ആ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടേം ഇൻഫ്ലേഷണറി ത്രെറ്റ് നമ്മുടെ എക്കോണമിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ലോകം മുഴുവൻ ആ ഇൻഫ്ലേഷണറി ത്രെറ്റ് ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇച്ചിരി കൂടുമ്പോൾ ബോണ്ട് ഫണ്ട്സ് കൂടുതലായിട്ട് ഒരു റിട്ടേൺ ഓവർ FDs തരാനുള്ള സാധ്യതയുണ്ട്. സോ ബോണ്ട് ഫണ്ട്സ് ആർ പ്രിഫർഡ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ മ്യൂച്വൽ ഫണ്ടിനേക്കാൾ ബോണ്ട് പെർഫോം ചെയ്യുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ? നോ, ആ ഒരു ചാൻസ് വളരെ കുറവാണ്. ഇൻഫ്ലേഷൻ ഇസ് ഓൺലി എ പാസിംഗ് ഫേസ്. അത് വളരെ വേഗമായിട്ട് ആ ഇൻഫ്ലേഷൻ്റെ പ്രശ്നങ്ങൾ ഓരോ എക്കോണമിയിൽ നിന്ന് അത് തീർന്നു കിട്ടും. സോ ഐ തിങ്ക് ഓവർ 3 years ഈക്വിറ്റി ഫണ്ട്സ് ഓർ ഈക്വിറ്റി മാർക്കറ്റ്സ് വിൽ ഡു ബോണ്ട്സിനേക്കാളും വളരെ വളരെ ഹയർ പെർഫോമൻസ് തരാനുള്ള സാധ്യതയുണ്ട്. നിക്ഷേപത്തിന് ശേഷം വിപണി 20% ഇടിഞ്ഞാൽ നിക്ഷേപകൻ പിന്നെ എന്താണ് ചെയ്യുക? നമ്മൾ കാണുന്നതാണ്, വളരെ പാനിക് ആവും. അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, പേടിക്കേണ്ടതുണ്ടോ, അതോ നിക്ഷേപകർ വെയിറ്റ് ചെയ്യുകയാണോ വേണ്ടത്? ഇൻവെസ്റ്റേഴ്സ് ഷുഡൻറ്റ് ഡു എനിത്തിങ്. ആ 20% ഫോളിൻ്റെ കാര്യം എന്താണ് ആദ്യം മനസ്സിലാക്കണം. അത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണോ, അതോ കമ്പനീസ് റിലേറ്റഡ് പ്രശ്നമാണോ, അതോ എക്കോണമി റിലേറ്റഡ് പ്രശ്നമാണോ, ഓർ സംതിങ് എൽസ് ദാറ്റ് ഇസ് ഗോട്ട് മോർ ടു ഡു വിത്ത് ഇറ്റ്. അതാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഇസ് ജിയോ പൊളിറ്റിക്കൽ ഓർ ബ്രോഡർ, ഐ തിങ്ക് സ്ട്രക്ചറൽ ആൻഡ് ഫണ്ടമെൻ്റൽ ആണെങ്കിൽ, ബ്രോഡർ ഫിനോമിനൻ ആണെങ്കിൽ നിങ്ങൾ പാനിക് ആവേണ്ട. ബട്ട് ഇഫ് ഇറ്റ് ഇസ് സംതിങ് ടു ഡു വിത്ത് എ കമ്പനി, റെമഡിയൽ ആക്ഷൻ എടുക്കണം. ബിക്കോസ് നൺ ഓഫ് ദീസ് ലോങ്ങർ ടേം പ്രോബ്ലംസ് സ്റ്റാൻഡ് ഫോർ വെരി ലോങ്. ഒരു വാറിൻ്റെ ദിസ് ഇസ് ദ ടൈം ഓഫ് വാർ. സോ ഈ വാർ ടൈമിൽ നമുക്ക് ഓൾമോസ്റ്റ് 20% സ്റ്റോക്സൊക്കെ വീഴുന്ന പല സ്റ്റോക്സ് ഉണ്ട്, പല ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ആ സമയത്ത് ലോകം മുഴുവനുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ആ 20% വീഴ്ച ഫേസ് ചെയ്ത് കാണും. സോ ദർ ഇസ് നോ നീഡ് ടു പാനിക് ദർ. As long as you are sure of the company and your investment, 20% drop need not panic you. സാറിന്റെ പോർട്ട്ഫോളിയോ എത്ര തവണ ഒരു വർഷത്തിൽ റീബാലൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്? Every quarter
is the rebalancing time, because quarterly results ആണ് നമുക്ക് കയ്യിൽ കിട്ടുന്നത്. So every quarter the company announce results, and I think അതാണ് ഒരു best and minimum time for rebalancing. നേരത്തെ ഞാൻ ചോദിച്ച ഒരു എക്സാമ്പിൾ വെച്ച് ഒന്നുകൂടെ ചോദിക്കുകയാണ്. കയ്യിൽ 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ സാറ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്? അത് ഗോൾഡിലാണോ അതോ ബോണ്ടിലാണോ? I think bonds will be the preferred choice. Bonds ആയിരിക്കും, because A, liquidity, B, the ease of moving out of bonds becomes a lot easier than getting out of gold. Gold has ഒരുപാട് സെൻറ്റിമെൻറ്റൽ വാല്യൂ ഉള്ളതാണ്. സോ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് പുറത്തോട്ട് വെളിയെടുക്കാൻ നമുക്കൊരു പ്രയാസം വരും. അതിനേക്കാളും എളുപ്പം ബോണ്ട്സ് ആണ്. റിട്ടേൺസ് പ്ലസ് ലിക്വിഡിറ്റി ഈസ് മച്ച് ഹയർ. 10 ലക്ഷം രൂപയുമായി ആദ്യമായിട്ട് നിക്ഷേപം നടത്താൻ വേണ്ടി ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അയാൾക്ക് അനുയോജ്യമായത് ഇക്വിറ്റി ഡെറ്റ് അനുപാതം എന്താണ്? Based on age, if he is below 50 years, a first time investor, I think at least 60 to 70% equity, 30% should be in bond or fixed income. വയസ്സ് കൂടുന്തോറും ആ ഈക്വിറ്റിയുടെ ഡിപ്ലോയ്മെൻറ്റ് കുറയണം, അതാണ്. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഷുഡ് ബി എ ഡീസൻറ്റ് ഫെയർ റേഷ്യോ. ഒരു ഇൻവെസ്റ്റർ സുരക്ഷിതമായ വരുമാനമാണോ അല്ലെങ്കിൽ പണപ്പെരുത്തെ മറികടക്കുന്ന വരുമാനമാണോ ശ്രദ്ധിക്കേണ്ടതും തിരഞ്ഞെടുക്കേണ്ടതും? സാറിന്റെ അഭിപ്രായം എന്താണ്? If you are a first time investor, safe returns is the best. If you are a seasoned investor, inflation beating returns are better. ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർക്ക് നൽകുന്ന ഉപദേശം അതെന്താണ്? പ്ലീസ് ആസ്ക് വൈ. എല്ലാത്തിനും ആ ചോദ്യം ചോദിക്കേണ്ടത്, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാൻ എന്തുകൊണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം, അതിൻ്റെ റിട്ടേൺസ് എങ്ങനെ വരും, അത് സേഫ് ആണോ, ഇതിൻ്റെ പ്രൊമോട്ടർ ആരാണ്, ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എങ്ങനെയാണ്, ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്, ഇത് എന്തുകൊണ്ട് ഞാൻ ഈ മുതലീട് ചെയ്യണം എന്നുള്ള ആ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പോയെങ്കിൽ ഐ തിങ്ക് അതിനുള്ള ആൻസേഴ്സ് കിട്ടും. ബാക്കി എല്ലാത്തിനും നമ്മൾ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഷെയർസ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടായിട്ട് ഇതൊന്നും ചോദിക്കത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ കേട്ട് കേൾവിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു മുതലീട് ചെയ്യുകയാണ്. ദിസ് ഐ തിങ്ക് ഇസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. യു ലിസൺ ടു എവറിബഡി, ബട്ട് ഐ തിങ്ക് പ്ലീസ് ആസ്ക്. ആ റീസണിങ് നമുക്ക് ശരിയായി കിട്ടിയില്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യരുത്. കിട്ടുകയാണെങ്കിൽ ഇഫ് ഈസ് ഏബിൾ ടു ജസ്റ്റിഫൈ ദ സ്കോപ്പ് ഓഫ് ദർ ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ ഐ തിങ്ക് യു ഹാവ് എ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അഹെഡ് ഓഫ് യു. സാർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു ഗോൾഡൻ മൂവ്, അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? മാർക്കറ്റ്സ് ആർ ദെയർ ഫോർ എവർ. സോ ഐ തിങ്ക് എൻ്റെ ഗോൾഡൻ റൂളാണ്. ദർ ആർ ഡേയ്സ് വെൻ യു മിസ് ദ മാർക്കറ്റ്. ഒരു ട്രെൻഡ് മിസ് ചെയ്യുമായിരിക്കും, ഒരു മൂവ് മിസ് ചെയ്യുമായിരിക്കും, ഒരു സ്റ്റോക്കിൻ്റെ ആ പ്രൈസ് അപ്പ് ഓർ പ്രൈസ് ഡൗൺ നമ്മൾ മിസ് ചെയ്യുമായിരിക്കും ഫോർ സം റീസൺ. ബട്ട് ഡോണ്ട് വറി, ബിക്കോസ് ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദ മാർക്കറ്റ്. അതിനെ ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്, because you always come back. Markets എപ്പോഴും പിന്നെ അടുത്ത ദിവസം ഉണ്ട്, അത് പിറ്റേ ദിവസം ഉണ്ട്. So you can always come back and trade. The market throws its opportunities at you every day. So the opportunities are there. അത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ്. So if you miss one day or you make a loss one day, don't be depressed because of it. You can always come back and trade another day. But be safe when you trade. I think that is the fundamental golden rule. 10 ലക്ഷം രൂപയുടെ നിക്ഷേപത്തെക്കുറിച്ച് റജി തോമസ് സാർ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കേട്ടുകേൾവിക്ക് പുറകെ പോകാതെ വിപണിയുടെ ട്രെൻഡും കമ്പനിയുടെ ഫണ്ടമെന്റൽസും മനസ്സിലാക്കി വേണം ഓരോ രൂപയും ഇൻവെസ്റ്റ് ചെയ്യാൻ. പ്രത്യേകിച്ച് പ്രവാസികൾ തങ്ങളുടെ കഷ്ടപ്പാടിന്റെ വില മനസ്സിലാക്കി വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനേക്കാൾ ഈ സമയത്ത് ബോണ്ടുകൾ തരുന്ന നേട്ടങ്ങളും ദീർഘകാലത്തേക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ നൽകുന്ന വളർച്ചയും നമ്മൾ കണ്ടു. നിങ്ങളും നിക്ഷേപം നടത്തുന്നതിന് മുൻപ് എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ഫിനാൻഷ്യൽ ഇൻസൈറ്റുകൾക്കായി ET മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.